പാവം എന്റെ അമ്മ. അവളെ എടുത്ത് ചുമലിൽ വെച്ചോണ്ട എന്റെ അമ്മ നടന്നത്. എന്നിട്ടോ അവളോ ആ ചുമലിരുന്ന് എന്റെ അമ്മയുടെ ചെവി കടിച്ചു. നമുക്ക് പോയാലോ? ആ, അതാ നല്ലത്. പാവം എന്റെ ശ്രുതി. അമ്മയ്ക്ക് അവളോടുള്ള ദേഷ്യം മാറുന്നില്ലല്ലോ. രണ്ടുപേരും കൂടെ എന്റെ ഇടവും വലവും നിന്ന് എന്റെ താളം തെറ്റിച്ചു. ഇതിങ്ങനെ പോയ എന്റെ താളം എപ്പോ ശരിയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സച്ചേട്ടാ പോരെ. ഒരു കാര്യം കൂടെ. നിങ്ങൾ രണ്ടാളും പോകുന്നതിന് മുമ്പ് എന്റെ ഈ ബിയറിന്റെ കാശും കൂടെ തന്നിട്ട് പോകും. നിനക്ക് ബിയറിന്റെ കാശ് ഇങ്ങനെയുണ്ടോ? മേലാണല്ലോ. ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. എന്റെ കണക്കൂട്ടലുകളെല്ലാം പഴച്ചുപോയി. അയ്യോ, എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റില്ല. ആദ്യ കാരണം ഞാൻ മരിച്ചു പോയല്ലോ ഈശ്വര. ഞാൻ പ്രസവിക്കില്ല. ഇപ്പൊ ഇത് മറ്റാരും അറിഞ്ഞിട്ടില്ല. കൂടുതൽ ദിവസമൊന്നും ആയിട്ടില്ലല്ലോ. അബോർഷൻ നടത്താം, അതാ നല്ലത്. വേറെ വഴിയില്ല. ഇവളെന്തിനാ കരയുന്നേ? ഇവക്കെന്തോ സമനില തെറ്റിയിട്ടുണ്ട്. ഒരു ശത്രുവിനെ പോലെ എന്നെ നോക്കുന്നേ. സംസാരിക്കാതിരിക്കുന്നയാ നല്ലത്. ഇവിടെ ഇവളുടെ കൂടെ കിടക്കുന്നത് അപകടവാ. പുറത്ത് കിടക്കാം. മുന്നേ നിനക്ക് ഈ ബുദ്ധി തോന്നിയിരുന്നെങ്കിലേ എനിക്കിങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇവനെ പുറത്ത് കിടത്തണമായിരുന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി. എടോ അമ്മേ, എങ്ങനെ അബോർഷൻ നടത്തും? ഹോസ്പിറ്റലിൽ പോയ വീട്ടുകാരറിയും. പലതരം മെഡിസിൻസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് കഴിച്ചു നോക്കിയാലോ? ആ മെഡിസിൻസ് ഇപ്പൊ ആരോട് ചോദിക്കും? അല്ലെങ്കിൽ വേണ്ട, ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാലോ. മെഡിസിന്റെ പേര് കിട്ടും. നാളെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് മരുന്നും വാങ്ങിക്കാം. ആരും അറിയാതെ ഇതങ്ങ് കളയാം. മെഡിസിന്റെ പേര് കിട്ടി. കുഞ്ഞെ, എന്നോട് പൊറുക്കണം. ഞാൻ ക്രൂരിയായ ഒരു പെണ്ണൊന്നുമല്ല. എനിക്ക് നിന്നെ വേണമെന്നുണ്ട്. പക്ഷെ എനിക്ക് പേടിയാ. എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല. ഞാൻ മരിച്ചു പോവും. ഞാൻ ചെയ്യുന്നത് പാപമാണെന്ന് അറിയാം. വേറെ വഴിയില്ലാത്തതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം.